ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള റോൾസൊക്കെ കിട്ടില്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇത് വെച്ചിട്ട് കവറാവുന്ന രീതിയിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് ഇത് രണ്ടും കൂടി കൂട്ടി ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്ത് മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് തന്നെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അത് മുഴുവനായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എടുക്കുന്നത് വാച്ചെല്ലാം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്പോഞ്ചിൻ്റെ പീസാണ്. ആ സ്പോഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് ഇതുപോലെ സ്റ്റെപ്പുകൾ പോലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഒരു ഡോറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഗ്രാസായിട്ട് ഞാൻ ടെക്സ്ചർ വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഫെവിക്കോളിൽ ഇത്തിരി കളർ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലായിടത്തും ഞാൻ റെഡ് കളറാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. പിന്നെ കല്ലുകൾ പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലേ വെച്ചിട്ട് ബോൾസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റെഡും വൈറ്റും ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടണ ഈ ബ്രൗൺ പേപ്പർ ജസ്റ്റ് പശ തേച്ച് നല്ല രീതിക്ക് ഇതുപോലെ ടൈറ്റാക്കി മടക്കി കൊടുത്തിട്ട് നമുക്കതൊരു മരമായിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഈ ബ്രൗൺ പേപ്പർ ബാക്കി ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ ചില്ലകളായിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ പീസസ് ആക്കിയിട്ട് കുറച്ച് കമ്പി എടുത്ത് പിരിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇതുപോലെ പിരിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ 3 പീസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ജസ്റ്റ് നഖം വെച്ച് നല്ലപോലെ അമർത്തി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്പൂൺ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ ബേസിൽ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അത് മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്ലാക്ക് എയർ ഡ്രൈ ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 3 കാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്യാവശ്യം സെറ്റായിട്ട് ഇരിക്കുക. പിന്നെ ക്ലേ വെച്ചിട്ട് തന്നെ അത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ പിങ്ക് കളർ ക്രേ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആ മരത്തിൻ്റെ കൊമ്പുകളിലെല്ലാം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബെഞ്ചിലും എല്ലാത്തിലും ജസ്റ്റ് ഒന്ന് വൈറ്റ് പെയിൻറ്റ് കൊടുത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. നമുക്ക് വേണമെന്ന് തോന്നുന്ന പോർഷൻസിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഓവറായി കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് റെഡ് കളർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ തന്നെ ഒന്നും കൂടിയും ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫിനിഷിങ് ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫെയറി തീമിലുള്ള ഒരു എസ്തെറ്റിക് ഡെസ്ക് ഡെക്കോറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പെൻസിൽ സ്റ്റാൻഡാണ് കേട്ടോ ഞാൻ അവിടെ ഉണ്ടാക്കിയെടുത്തേക്കണേ. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ. ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്.